हरि ओं दशक 20 श्लोकम् 8 उक्त्वा सुतेभ्योऽधमुनीन्द्रमध्ये विरक्तिभक्त्यन्वितमुक्तिमार्गं स्वयं गतः पारमहंस्यवृत्तिम् अधा ജഡോന്മത്തപിശാചചര്യാം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ഉക്ത്വാ സുതേഭ്യഃ അധ മുനീന്ദ്ര മധ്യേ. ഉക്ത്വാ സുതേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തി അന്വിത മുക്തി മാർഗം. വിരക്തി ഭക്ത്യന്വിത മുക്തിമാർഗം. വിരക്തി ഭക്ത്യന്വിത മുക്തിമാർഗം. സ്വയം ഗതഃ പാരമഹംസ്യ വൃത്തിം. സ്വയം ഗതഃ പാരമഹംസ്യവൃത്തിം അഥാഹ ജഡ ഉന്മത്ത പിശാചചര്യാം. അഥാ ജഡോന്മത്ത പിശാചചര്യാം. ഉക്ത്വാ സുതേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗതഃ പാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 7 ആ 100 പുത്രന്മാരും ഓരോരുത്തരും എന്തൊക്കെയായി തീർന്നു എന്ന് പറഞ്ഞു. അധത്വം മുനീന്ദ്രമധ്യേ. അധത്വം അനന്തരം അവിടുന്ന് മുനീന്ദ്രമധ്യേ ആ മുനിപുങ്കവന്മാരുടെ നടുക്കുവെച്ച് സുതേഭ്യഃ വിരക്തിഭക്ത്യന്വിത മുക്തിമാർഗം ഉക്ത്വാ. സുതേഭ്യഃ എന്ന് വെച്ചാൽ പുത്രന്മാർക്ക് വിരക്തിഭക്ത്യന്വിത മുക്തിമാർഗം ഉക്ത്വാ എന്താണ് ഉപദേശിച്ചു കൊടുത്തത്? വൈരാഗ്യം, ഭക്തി എന്നിവയോട് കൂടിയ ആ മുക്തിമാർഗത്തെ ഉപദേശിച്ചു കൊടുത്തിട്ട് സ്വയം പാരമഹംസ്യവൃത്തിം ഗതഃ. സ്വയം താൻ തന്നെ ആ പരമഹംസന്മാരുടെ വൃത്തിയെ സ്വീകരിച്ചു. സ്വയം പാരമഹംസ്യവൃത്തിം ഗതഃ. താൻ തന്നെ ആ പരമഹംസന്മാരുടെ വൃത്തിയെ സ്വീകരിച്ച് ജഡോന്മത്ത പിശാചചര്യാം അഥാഹ. അജ്ഞാനി, ഭ്രാന്തൻ, പിശാച് എന്നിവരുടെ പ്രവൃത്തി അനുഷ്ഠിച്ചു. എന്ന് വെച്ചാൽ ആ ഒരു ഒന്നിലും ഒരു ആഗ്രഹമില്ലാത്തതുപോലെ അങ്ങ് നടന്നു. അനന്തരം അങ്ങ് ആ മുനീന്ദ്രന്മാരുടെ നടുവിൽ വെച്ച് തൻ്റെ മക്കൾക്കായിട്ട് വിരക്തിയെയും ഭക്തിയെയും അവയോട് കൂടിയിരിക്കുന്ന മുക്തിയെയും ഉപദേശിച്ചു കൊടുത്തു. പിന്നെ താനെ തന്നെ ആ പരമജ്ഞാനികളായിരിക്കുന്ന മഹാത്മാക്കളുടെ വൃത്തിയെ സ്വീകരിച്ചിട്ട് ഒരു എന്താ പറയണ്ടേ, മൂഢൻ്റെയും ഭ്രാന്തൻ്റെയും പിശാചിൻ്റെയും ഒക്കെ ആ ഒരു ചര്യകളെ സൃഷ്ടിച്ചു. ഭ്രാന്തന്മാർക്കും മൂഢന്മാർക്കും ഒന്നും അറിയത്തില്ലല്ലോ. അവർ എന്തൊക്കെയോ ചെയ്യുന്നു. ആ ചെയ്യുന്നതൊന്നും ബാക്കിയുള്ളവർക്ക് മനസ്സിലാകത്തില്ല, അവർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ ഒന്നിനോടും ആഗ്രഹമില്ലാതെ വരുന്ന ഉടനെ ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വൃത്തിയെ സ്വീകരിച്ച് അങ്ങ് ഒരു അവധൂതൻ്റെ മാതിരി നടക്കാൻ തുടങ്ങി. ഉക്ത്വാ സുതേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിതമുക്തിമാർഗം സ്വയം ഗതഃ പാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം.